ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ്, കൈതു ലോഹർ എന്നിവർ പ്രധാന വേഷത്തിലായെത്തുന്ന പുതിയ മലയാള ചലച്ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. അതിന്റെ ടീസർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് ഇതിലൊരു ക്യാമിയോ കൂടെ ഉണ്ട്. ആ ക്യാമിയോ ആരാണ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പൃഥ്വിരാജ് എന്നാണ് നമ്മൾ അറിഞ്ഞ ന്യൂസ് പ്രകാരങ്ങളൊക്കെ. അപ്പോൾ ഈ ടീസറിലുണ്ടോ എന്നും കൂടെ കണ്ടറിയണം. പള്ളിച്ചട്ടമ്പി ഒരു വ്യത്യസ്ത വേഷം തന്നെയാണ് ടൊവിനോ തോമസിന്. Well-developed films and communist. ഈ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം അറിയാമോ? ക്രിസ്തുവിനെ ചുമക്കുന്നവൻ. സർവേശ്വരൻ അനുഗ്രഹിച്ചെന്ന ഈ ദേവാലയത്തിന്മേൽ ഒരു ചെകുത്താന്റെ നിഴൽ പോലും വീഴില്ല. കണ്ടിട്ട് ഒരു പോരാട്ട പടം പോലെയാണ് തോന്നുന്നത്. അടികൾ കുറെ കാണുന്നുണ്ട്, പള്ളി കുറെ കാണിക്കുന്നുണ്ട്, പള്ളിച്ചട്ടമ്പി, അവിടുത്തെ ചട്ടമ്പി അതായിരിക്കും ബേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് പഴയ ഒരു കഥയുടെ ആ ഒരു തോന്നലൊക്കെ തോന്നിക്കുന്നുണ്ട് കണ്ടിട്ട്. ആൻഡ് ടൊവിനോയെ കാണാൻ കൊള്ളാം. ദൈവത്തിനെന്താ കാര്യം? പള്ളിച്ചട്ടമ്പി ഏപ്രിൽ 10, 26. ഇതാണ് ടീസർ. ടീസറില് എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല. ഇത് കണ്ടത് പാടെ ഒരു പഴയ എനിക്ക് ഉള്ളത് പറയാമെങ്കിൽ ഒരു എന്താ പറയാ, ഒരു കടുവ ഫീലിന്റെ ഒരു ടച്ചൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ ആ ഒരു പള്ളിച്ചട്ടമ്പി, ക്രിസ്ത്യാനിറ്റി അങ്ങനെയൊക്കെ. അതല്ല, ഇത് കാണുമ്പോൾ തന്നെ വേറൊരു രീതിയിലുള്ള ജോണറിലാണ് പോകുന്നത്. എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് എനിക്കൊരു എടുപ്പായിട്ടൊന്നും തോന്നിയില്ല സിനിമ. കാരണം ആ ഒരു 50 സെക്കൻഡേ ഉള്ളൂ. ഇതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കാണിക്കുന്നില്ല. ബട്ട് കുറച്ച് പോരാട്ടങ്ങളും കുറച്ച് എന്താ പറയുക കഷ്ടപ്പാടുകളും കാണിക്കുന്നുണ്ട്. അടിപിടിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ക്രിസ്ത്യാനിറ്റിയുടെ കാര്യങ്ങളും കുറച്ചൊക്കെ ഉണ്ട്. ബട്ട് എന്നിരുന്നാലും മൊത്തത്തിൽ ടീസർ കൊള്ളാമെന്ന് ചോദിച്ചാൽ എനിക്കത് എന്തോ ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ ഒന്നും അതിൽ കാണിക്കുന്നില്ല. നമുക്ക് എപ്പോഴും കണ്ട ഒരു സാധനം തന്നെയാണ് ഈ ടീസറിൽ കണ്ടെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾ ഒന്ന് പറഞ്ഞേക്ക്. എനിക്ക് തോന്നുന്നു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഔട്ട്പുട്ട് വരുമെന്നാണ് വിശ്വസിക്കുന്നത്. കാരണം ഇതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊള്ളാം, ഈ ടീസറിൽ തന്നെ കാണിക്കുന്നുണ്ട്. ബട്ട് ഓവറോൾ ടീസറിൽ നോക്കുമ്പോൾ ടീസറിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്താണ് പ്രത്യേകിച്ച് ഇതിൽ കാണിക്കണം, അല്ലെങ്കിൽ ടൊവിനോ പറയുന്ന ഒരു ഡയലോഗ്, അല്ലെങ്കിൽ ടൊവിനോൻ്റെ ഒരു എന്തെങ്കിലും സീക്വൻസ്, അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല.